സോ ഹേ ഗൈസ്, അപ്പോൾ ഒരുപാട് പേർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്, അതായത് ID ആക്ടിവേറ്റ് ആവാതിരിക്കുക. അതായത് നമ്മൾ നമ്മുടെ കസ്റ്റമറിന്, നമ്മുടെ ക്ലയന്റിന് നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കോഴ്സ് എൻറോൾ ആവാതിരിക്കുക, എന്തെങ്കിലും എറർ കാണിച്ച് എൻറോൾ ആവാതിരിക്കുന്ന ഇഷ്യൂ. സോ ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് കാണുക, കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. സോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ക്ലയന്റ് ID ആക്ടിവേറ്റ് ആക്കാൻ ഇടുക. വിത്തിൻ 24 hours നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ ഈ ഒരു ഇഷ്യൂവിന് കിട്ടുന്നതായിരിക്കും. സോ പ്രോപ്പർ ആയിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആവുക. നിങ്ങളുടെ മില്ലിയനർ ട്രാക്ക് അക്കൗണ്ടിലോട്ട് ലോഗിൻ ആവുക. ഞാനിവിടെ ലോഗിൻ ആയി കാണിക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആയി. അത് കഴിഞ്ഞ് സൈഡിലെ മേളിലെ 3 ഡോട്ട് ലൈൻ കണ്ടോ, ഈ ഒരു യെല്ലോ 3 ലൈൻ വരുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ താഴെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ഒരു സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ID ആക്ടിവേഷൻ എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് രണ്ടാമതായിട്ട്. ഓക്കെ, ഈ ഒരു ID ആക്ടിവേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ലിങ്ക് എന്ന് കാണാൻ പറ്റും സൈഡിലായിട്ട്, ലിങ്ക്. ഓക്കെ, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് കണ്ടോ, ഈ ഒരു സ്വിച്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്ലയന്റിന്റെ, അതായത് ID ആക്ടിവേറ്റ് ആവാത്ത ക്ലയന്റിന്റെ രജിസ്റ്റേർഡ് നമ്പറാണ് ഇവിടെ, ഫോൺ നമ്പറാണ് ഇവിടെ അടിക്കേണ്ടത്. അതുപോലെ ക്ലയന്റിന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ID, ഏത് പാക്കേജ് ആണോ എൻറോൾ ആയിട്ടുള്ളത് ആ ഒരു പാക്കേജ്, അതുപോലെ പേയ്മെന്റ് സ്ക്രീൻഷോട്ട്, അതായത് YIEP നമ്മുടെ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുക വിത്ത് ട്രാൻസാക്ഷൻ ID. ഓക്കെ, UTR നമ്പർ ഉൾപ്പെടെ. അതുപോലെ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ എന്നാണോ, ഇപ്പോൾ ഇന്നാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഡേറ്റ്, മന്ത്, ഇയർ, ഇത് 3 കാര്യങ്ങളും അടിച്ച് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് UTR നമ്പർ, ഇതായത് നമ്മുടെ UPI ട്രാൻസാക്ഷൻ ID എന്ന് പറയും. ഇത് നിങ്ങൾക്ക് എല്ലാ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനൊരു സ്ക്രീനിൽ കാണിച്ചിരിക്കാം അപ്പോൾ എന്താണ് UTR നമ്പർ, എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. സോ അതനുസരിച്ച് അതും കൂടെ ഫില്ല് ചെയ്യുക. ഒരു 12 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. സോ അത് ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഈ ഒരു സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ID നോട്ട് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ഇന്റർഫേസ് അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വിത്തിൻ ഒരു 24 hours നിങ്ങൾക്ക് നിങ്ങളുടെ ID ആക്ടിവേറ്റ് ആയി കിട്ടും.